കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാതമംഗലം സ്വദേശി അനിലയാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. വീട് പരിപാലിക്കാൻ ഏൽപ്പിച്ച സുദർശന പ്രസാദിനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയോടെയാണ് കണ്ണൂർ പയ്യന്നൂരിൽ അടച്ചിട്ട വീട്ടിനുള്ളിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മാതമംഗല സ്വദേശി അനിലയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ജോലിക്കിറങ്ങിയ അനിലയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അനില കൊല്ലപ്പെട്ട വീട്ടിലെ താമസക്കാർ വിനോദയാത്രയ്ക്കായി പുറത്തായിരുന്നു. അതിനാൽ വീട് പരിപാലിക്കാൻ ഏൽപ്പിച്ചത് സുദർശന പ്രസാദിനെയാണ്. ഇയാളെ പാണപ്പുഴയ്ക്ക് സമീപം തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. അനിലയും സുദർശന പ്രസാദും സുഹൃത്തുക്കളാണ്. അനിലയുടെ മരണം കൊലപാതകമാണെന്നും മരണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നതായി സഹോദരൻ പറഞ്ഞു. ഇന്നലെ രാവിലെ ഒരു 8:30 മുതലാണ് വീട്ടിൽ നിന്ന് മിസ്സായത്. അപ്പോൾ 8:30 എന്ന് പറയുമ്പം ഏകദേശം എല്ലാ ദിവസവും അവൾ ജോലിക്ക് പോകുന്ന അതേ ബസ്സിൽ തന്നെ രാവിലെ പോയത്. അപ്പോൾ ഇന്നലെ പോയത് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡ്രസ്സിലാണ് പോയി ഏകദേശം ഒരു 11:30 വരെ ഏകദേശം ഓൺലൈനുണ്ടായിരുന്നു രാവിലെ നെറ്റിൽ. പിന്നെ അതിനുശേഷം നെറ്റ് ഓഫായി. പിന്നെ ഇന്നലെ 5:40 ബസ്സിന് ഏകദേശം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുന്നതാണ്. അപ്പോൾ ഇന്നലെ നാട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല. ഇതിനിടയിൽ അവൻ്റെ സഹായത്തിൽ ആരോ 2-3 പേര് ഇതിനിടക്കുണ്ടായിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പരിയാരം പോലീസ് സ്റ്റേഷനിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയെ കാണാതായതിന് പെരിങ്ങോം PS-ലൊരു കേസുണ്ട്. മൊത്തം 3 കേസുകളുണ്ട്. ഇതിൻ്റെ റിലേഷനും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു വരികയാണ്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തതായി അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ജനം, കണ്ണൂർ.